ഇസ്രായേലിനെ വിറപ്പിച്ച് ഹമാസ് ആക്രമണം. ജബലിയയിൽ സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടു, 16 സൈനികർക്ക് പരിക്കേറ്റു. IDF തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ തന്നെ ഹമാസ് പ്രത്യാക്രമണം തുടങ്ങിയിരുന്നു. റഫയിൽ ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമാക്കി കഴിഞ്ഞ 2 ദിവസമായി ഹമാസ് ആക്രമണം നടത്തുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ 25 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. കിഴക്കൻ റഫയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. വടക്കൻ ഗസയിലെ ജബാലിയയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഗസയിൽ കരയാക്രമണം നടത്തുമ്പോഴാണ് ഇസ്രായേലിന് തിരിച്ചടി നേരിടുന്നത്. വീടുകൾക്ക് നേരെയാണ് സൈന്യം ബോംബ് വർഷം നടത്തുന്നത്. അതേസമയം റഫയിലെ അതിർത്തി അടച്ചതോടെ പരിക്കേറ്റവരെ ഗസയ്ക്ക് പുറത്ത് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഈജിപ്തിൽ താൽക്കാലിക ആശുപത്രികൾ ഗസയിൽ പരിക്കേൽക്കുന്നവർക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ രോഗികളെ എത്തിക്കാൻ കഴിയുന്നില്ല. അതിർത്തി തുറക്കണമെന്ന് ഇസ്രായേലിനോട് ഈജിപ്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 82 പേരാണ് കൊല്ലപ്പെട്ടത്. ഈയിടെ ഗസയിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ നടന്നത്. റഫയിൽ നിന്ന് 4.5 ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തിട്ടുണ്ട്. വടക്കൻ ഗസയിൽ നിന്നും 1 ലക്ഷം പേർ പലായനം ചെയ്തു. ഇതുവരെ 35,233 പേർ ഗസയിൽ കൊല്ലപ്പെട്ടു. 79,141 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ജബാലിയ ആക്രമണത്തിലാണ് കൂടുതൽ പേർ കൊല്ലപ്പെട്ടത്. രാത്രിയിലും ആക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.